Welcome. Everyone loves music, no matter what culture they are from. എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒന്നാണ് സംഗീതം. മ്യൂസിക് is everybody's possession. ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു എൻചാൻറ്റഡ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ ഞാൻ ഒരിക്കൽ സ്വാഗതം ചെയ്യട്ടെ. ശരത് സർ, അൽഫോൻസ് ഏട്ടാ, മഹതി മാം, വെൽക്കം ജഡ്ജസ് ടു അവർ പ്രസ്റ്റീജിയസ് ഷോ. അടുത്തതായി നമ്മുടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമായ സ്ട്രിംഗ് മ്യൂസിഷ്യൻസ്, അവരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ, വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ദ സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് റൗണ്ട് ആണ്. പകുതിയിൽ കൂടുതൽ കണ്ടസ്റ്റൻസ് ഈ റൗണ്ടിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇന്നും നിങ്ങൾക്ക് 3 മെലോഡിയസ് പാട്ടുകളുമായി നമ്മുടെ കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് പെർഫോമൻസിനായി വരുന്നത് അജിത്ത് ആണ്. നമുക്ക് സ്നേഹപൂർവ്വം അജിത്തിനെ സ്വാഗതം ചെയ്യാം. ഹായ്, എൻ്റെ ഇതുവരെ കഴിഞ്ഞ പെർഫോമൻസുകളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് മെലോഡീസ് റൗണ്ടാണ്. ഇതിൽ ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി MG സാർ പാടിയ ഒരു പാട്ടാണ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. കുറച്ച് പുതിയ എക്സ്പീരിയൻസ് ആണ് ഒരു വയലിൻ, വയോള തുടങ്ങിയ വാദ്യോപകരണങ്ങളോടുകൂടെ പാടുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സുഖതാളമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി.
ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരുപാടു നാളായലഞ്ഞു പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ മഴനീർക്കിനാവായി മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കിരീടം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ജോൺസൺ മാസ്റ്ററിന്റെ വളരെ നല്ല ഒരു ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇപ്പൊ അജിത്ത് പാടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഒരു വേറെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം. എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ചത്ര നന്നാകാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം വിചാരിച്ചത്ര തന്നെ എത്തിയോ ഇല്ലയോ എന്ന്. ശരത് സർ. അജിത്ത് സാർ, വിചാരിച്ചത്ര എത്തിയില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അജിത്ത് വിചാരിച്ച കാര്യം അജിത്തിനെ അറിയാവും, അല്ലേ? എനിക്ക് ഇഷ്ടമായി അജിത്ത് പാടിയത്. കാര്യം അതിൽ എന്താ പറയുക, അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലേക്ക് നമ്മൾ പോകുന്നില്ല, പക്ഷെ അതിൽ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഒരു ഡയറക്റ്റ് അങ്ങ് തുറന്ന് പാടുന്ന, ആത്മാവിൽ നിന്ന് പാടുന്ന ഒരു വികാരം ഉണ്ടായിരുന്നു കേട്ടോ. അത് എപ്പോഴും ഉണ്ടായിക്കോട്ടെ, നന്നായിരിക്കട്ടെ. പിന്നെ നമ്മുടെ സ്വിങ്സ് സൂപ്പർ, അതെന്ത് കൂളായിരുന്നു അജിത്തെ. അപ്പോൾ എല്ലാ ഈ മറുവാക്ക് എങ്ങനെ പാടുന്നത്, എങ്ങനെ അജിത്ത് എങ്ങനെ പാടുന്നത്? മറുവാക്കു കേൾക്കാൻ കാത്തു, മറുവാക്കു കേൾക്കാൻ, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ, കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം കേണുറങ്ങി. അതുപോലെ ലിറിക്ക് ചരണത്തിൽ എന്തായിരുന്നു, എന്തോ ഒരു പുതിയ വാക്ക് ഓർമ്മയില് കിട്ടിയില്ല. കുഴപ്പമില്ല, എന്ത് രസമുള്ള പാട്ടാണ് അല്ലേ, എന്ത് സുഖമുള്ള പാട്ടാണ്. ഈ പാട്ടാരാണ് സെലക്ട് ചെയ്തത്? ഞാൻ സെലക്ട് ചെയ്താണ്. കള്ളൻ. ആ സാർ, സത്യം സത്യം സത്യം. നല്ല പാട്ട് അല്ലേ? ആർക്കും ഇഷ്ടമല്ലാത്ത ഈ പാട്ട്, എല്ലാവർക്കും ഒരുപോലെ. നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ മാത്രമല്ലാതെ ലാംഗ്വേജ് അറിയാത്തവർ പോലും ഈ പാട്ടിനെ പറ്റി തമിഴ് ആളുകളൊക്കെ പറഞ്ഞ് എനിക്കറിയാം അത്ര. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തോന്നും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പാട്ട് എല്ലാവരും രസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കുറേയും കൂടെ ഒരു വ്യാപ്തി ഫീൽ ചെയ്യും. അപ്പോൾ ആരാണ് സംഗീത സംവിധാനം എന്ന് അറിയാമല്ലോ, പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെ പോലുള്ള കമ്പോസേഴ്സിന് ഒരിക്കലും എന്താ പറയേണ്ട ഒരു മരണമില്ല എന്നുള്ളതാണ്. കാര്യം ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുന്നു, ആ പാട്ടിലൂടെ ജോൺസൺ മാഷ് ജീവിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശരത് സർ. അൽഫോൻസ് ഏട്ടാ. അജിത്ത്. ആ സാർ, എനിക്ക് അജിത്തിനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോൾ ഓർക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൽ ഒട്ടും സെലക്ഷൻ കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലാതെ ചുമ്മാ വന്ന് പാട്ട് പാടിയിട്ട് പോയേക്കാം, ആ ഒരു താല്പര്യത്തിൻ്റെ മുകളിൽ അങ്ങനെ വന്ന ഒരു ആളിൽ വന്നിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനും ഒത്തിരി മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ട് പാടുമ്പോൾ ശരത്തേട്ടൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ
പല സംഗതികളും കൃത്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവം എങ്ങനെയോ അജിത്ത് പാടുമ്പോൾ കിട്ടുന്നുണ്ട്. അത് നിലനിർത്തുക. പക്ഷെ അത് അങ്ങനെ തന്നെ പോയാൽ പോരാ, അപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്യണം. പറഞ്ഞില്ലേ, കുറച്ച് ആ സംഗതികൾ ഒന്ന് കൃത്യമായിട്ട് പാടാനുള്ള ഒരു പരിശീലനം, അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ടുള്ള പ്രാക്ടീസ്, ശ്രമം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാട്ട് കറക്റ്റാണോ എന്നുള്ളത് ഇവിടെ വരുന്നതിന് മുമ്പ്, നമ്മൾ അമൃതയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരെ കണ്ട് ഞാൻ പാടുന്നത് കറക്റ്റാണോ, ഞാൻ പഠിച്ച് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി കൃത്യതയോട് കൂടി വരുവാണെങ്കിൽ കുറേയും കൂടി നമുക്ക് ഉയർന്നു പോകാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും പ്രശ്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെറുതായിട്ടും പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ലൊരു മൂഡ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ബാക്കി ഓർക്കസ്ട്രയുടെ കൂടെ അജിത്തിന്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. അടുത്തതായി മഹതി മാം. അജിത്ത് നന്നായി പാടി. അജിത്ത് ഇവര് പറഞ്ഞ പോലെ തന്നെയാ. ഐ തിങ്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അജിത്ത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈഫ് ഉണ്ടായിരുന്നു പാടിയതിൽ. ഡെഫിനറ്റ്ലി അത് ഫീൽ, ടോട്ടൽ ഓവറോൾ ഫീൽ അത് കൊണ്ടുപോയി. എനിക്ക് ഓൺ ടോപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടത് അജിത്തിന്റെ ഫീൽ. ഓക്കെ, ആൻഡ് അജിത്ത് കോൺഷ്യസ് ആയിട്ട് അജിത്തിന് ആ സ്വരസ്ഥാനമാണോ അതൊന്നും നോക്കിയിട്ടല്ല അജിത്ത് പാടുന്നതെന്ന് അറിയാം. സോ അത് പഠിക്കാൻ നോക്കണം. പെട്ടെന്ന് ഒരു ലൈന് പാടാൻ പറഞ്ഞപ്പോൾ ആ സ്വരസ്ഥാനം ഏതാണെന്ന് അജിത്തിന് പിടികിട്ടുന്നില്ല. ബേസിക് ആണ് അതൊക്കെ. ഓക്കെ, സോ അതൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. നമുക്ക് കമന്റ്സ് ഒക്കെ കേട്ടു, മാർക്കിലേക്ക് കടക്കാം. ശരത് സർ, അജിത്തിന്റെ ഈ പെർഫോമൻസിന് അജിത്തിന് 20 മാർക്സ്. 20 on 25. അൽഫോൻസ് ഏട്ടാ? അജിത്തിനൊരു പ്രോത്സാഹനമായിട്ട് 21 മാർക്സ്. 21 on 25. മഹതി മാം? 20 മാർക്സ്. 20 on 25. അപ്പോൾ ടോട്ടൽ 61 on 75. ഹാപ്പിയാണോ ഈ മാർക്കിൽ? ഹാപ്പിയാണ്. എന്തായാലും ഇതിലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത 2 റൗണ്ട്സ് ഉണ്ട് ഇതേ സെയിം സ്റ്റേജിൽ. നന്നായി തന്നെ പാടണം. അതിനുള്ള ഞങ്ങൾ എല്ലാവരും അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. അജിത്തിന്റെ ഒരു മെലോഡിയസ് പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അടുത്ത പെർഫോമൻസിനായി ഒരു ചെറിയ ഇടവേള അതിനുശേഷമായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് ടു ജോസ്കോ സൂപ്പർ സ്റ്റാർ. അടുത്തതായി സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയ ശ്രീരാജ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീരാജ്. സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് ധ്വനി എന്ന ചിത്രത്തിലെ ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് പാടിയ അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി, ഈ പാട്ടാണ്. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി പാടാൻ കഴിയട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിനവിൻ മരന്ത ചഷകം നിനവിൻ മരന്ത ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി.
ലയലാസ്യകലാകാന്തി സഖി നിന്റെ രൂപമേന്തി മാരന്റെ കോവിൽ തേടി മായാമയൂരമാടി മായാമയൂരമാടി ഒളി തേടി നീലാപ്പൂക്കൾ ഒളി തേടി നീലാപ്പൂക്കൾ വീഴുന്നു നിന്റെ കാൽക്കൽ അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. സ്വരഹീന വീണയിൽ നീ ശ്രുതി നീട്ടി മഞ്ജുവാണി ഈ മാറിൽ മുഖം ചേർത്തു സുരലോകമൊന്നു തീർത്തു സുരലോകമൊന്നു തീർത്തു ഉതിരുന്നു മന്ദമന്ദം ഉതിരുന്നു മന്ദമന്ദം ദ്യുതി നിൻമുഖാരവിന്ദം അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ശ്രീരാജ്, ധ്വനി എന്ന ചിത്രത്തിലെ പാട്ടാണല്ലേ ഇത്? അതെ അതെ. വളരെ ഒരു ഡിഫറെന്റ് ഫീലാണ് ഈ പാട്ടിന്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒപ്പം പാടുന്നതിൽ? അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ സ്ട്രിങ്സിന്റെ കൂടെ വെച്ച് സ്ട്രിങ്സ് മാത്രമായിട്ട് പാടാനായിട്ട്. പക്ഷെ അതിപ്പോ സാധിച്ചു സൂപ്പർ സ്റ്റാർ നമ്മുടെ ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ. അതെ അതെ സാധിച്ചു. വെരി നൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് കമന്റ്സ് ചോദിക്കാം. ശരത് സർ. ശ്രീരാജ് സർ, നല്ല പാട്ട്. ശ്രീരാജ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ശ്രീരാജേ, സ്ട്രിങ്സിന്റെ കൂടെ പാടാൻ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എപ്പോഴാണ്? ഫ്രാൻസിസ് ചേട്ടന്റെ കൂടെ ഞാൻ ഈ സ്ട്രിങ്സിന്റെ ടീമിന്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ സ്ട്രിങ്സ് മാത്രമായിട്ടല്ല, വേറെ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു വേറെ. പക്ഷെ അപ്പൊ എനിക്ക് സ്ട്രിങ്സ് മാത്രമായിട്ട് പാടുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ സാധിച്ചു എന്നാ പറഞ്ഞത്. ഓക്കെ, നന്നായി. ഇനി വേറെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഇതുപോലെ? വേറെ എന്താ ആഗ്രഹമുള്ളത് ശ്രീരാജിന്? പറയൂ. ഒരാഗ്രഹമുണ്ട്. എന്താണ്? സാറിന്റെ ഒരു ഫിലിമില് പാടുക എന്നുള്ള ആഗ്രഹം. മോനെ, അത് ഒരാഗ്രഹമല്ല, ദുരാഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അവസരം വരട്ടോ, നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് പാടാം. അതൊരു സംഭവമല്ല പാടുന്നെന്ന് പറഞ്ഞു. താങ്ക് യു സർ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയൂ. നന്നായിട്ട് 100% പാടണം സ്റ്റേജിൽ. സ്റ്റേജിലെന്നല്ല, എവിടാണെങ്കിലും 100% പാടുക എന്നുള്ളത്, അതിനുള്ള ശ്രമം നമ്മളെ കൊണ്ട് പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പറ്റിയ ആളുകളുണ്ട്, ജീവിച്ചിരുന്നിട്ടുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ലെവലിലെത്തുക കേട്ടോ മോനെ. അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ശ്രീരാജിനെ.
പിന്നെ ആലാപ്പ് തൊട്ട് നമുക്ക് ഇനി സീരിയസ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. ശ്രുതി കുറച്ച് അവിടെ അത് തോന്നിയല്ലോ ശ്രീരാജൻ. നിങ്ങൾക്ക് ഈ വൈകുന്നേര സമയത്തൊക്കെ തൊണ്ടയടിച്ച എങ്ങനെയാ? നമ്മൾ അർദ്ധരാത്രിക്കൊന്നും അല്ലല്ലോ പാടുന്നത് അല്ലേ? ആ ദ്യുതി ഒന്ന് പാടിക്കേ. എന്നെ എങ്ങനെ ആയിരുന്നു? ദ്യുതി ദ്യുതി തേടി നീല. അയ്യോ, ആ ദ്യുതി തേടി നീലാപ്പൂക്കള, അങ്ങനെ ലിറിക്കില്ല അതില്. ദ്യുതി നിൻ മുഖാരവിന്ദം. ദ്യുതി നിൻമുഖ ദ്യുതി നിൻമുഖാരബിന്ദം. ആ ടച്ചേ ഇല്ല അതില് കേട്ടോ. അങ്ങനെ കർണാട്ടിക് ആക്കേണ്ട കാര്യമില്ല അവിടെ. പാടിക്കേ. ദ്യുതി നിൻമുഖാരബിന്ദം. അങ്ങനെ ആക്കരുത്. മതി, അത്ര മതി ചേട്ടാ. ഇത് നോക്കിക്കോളൂ പാടുമ്പോ. പിന്നെ വേറെന്തുണ്ട് ശ്രീരാജ്? ശ്രീരാജന്റെ കാലെങ്ങനെ ഉണ്ട് ഇപ്പോ? കാല് അങ്ങനെ തന്നെ ഉണ്ട്. ശരിയാക്കാതെ കേട്ടാ. അതൊക്കെ നല്ലൊരു പാട്ട് പാടി. ഓൾ ദി ബെസ്റ്റ് ശ്രീരാജ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അടുത്തതായി അൽഫോൻസ് ഏട്ടാ. ശ്രീരാജ് സർ. എനിക്കിഷ്ടമായി ശ്രീരാജ് പാടിയത്. താങ്ക് യു സർ. പ്രത്യേകിച്ച് ആ ഒരു ഫീൽ കൊണ്ടുവരാനായിട്ട് ശ്രീരാജ് ശരിക്കും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുണ്ടായിരുന്നു. എന്നാൽ നല്ല നല്ല കുറേ ഭാഗങ്ങൾ എനിക്ക് ചില വരികൾ വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പോൾ പറഞ്ഞ കറക്ഷൻസ് എല്ലാം ശ്രദ്ധയോടുകൂടി എടുക്കുക. നല്ല രീതിയിൽ അടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കുക കേട്ടോ. ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. ശ്രീരാജ്, മാം. എനിക്ക് നല്ല ഇഷ്ടമായി ശ്രീരാജ്. വെരി നൈസ് പെർഫോമൻസ്. ശ്രീരാജിൻ്റെ വോയിസ് ഇത്തിരി സ്ട്രെയിൻഡ് ആണ്, പക്ഷെ അത് അറിയിക്കാണ്ട് ശ്രീരാജ് മാനേജ് ചെയ്തു. ഇപ്പോൾ ശരത് സാറ് പാടിപ്പിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ശ്രീരാജിൻ്റെ വോയിസ് അങ്ങേറ്റം അടച്ചിരിക്കുകയാണെന്ന്. പക്ഷേ സോങ് ഫുള്ളായിട്ട് പാടിയപ്പോൾ അത്രയ്ക്ക് അത് തോന്നിയില്ല. ശ്രീരാജ് അത് ബ്രില്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്തു. ആക്ച്വലി നോ പ്ലേസ്, ഇറ്റ് വാസ് വെരി എവിഡൻറ്റ്. സംഗതി പാടുമ്പോൾ ഒരു എന്താ ത്രോട്ടിന് സുഖം ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ പാടാണെന്ന് ചെറുതായിട്ട് മനസ്സിലാവും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്ര മോശമാണെന്ന് യു കാൺ മേക്ക് ഔട്ട്. ഞാൻ എഴുതി മായാമയൂരം, അത് ഒരു 2 പ്രാവശ്യം വരുന്നുണ്ടോ മായാമയൂരം? ആ സ്ഥലം വാസ് നോട്ട് ക്ലിയർ സംഹൗ. ഓക്കെ, ഞാൻ പാടിപ്പിക്കുന്നില്ല ബിക്കോസ് വിത്ത് യുവർ ത്രോട്ട് കണ്ടീഷൻ നൗ. എനിക്ക് പക്ഷേ ശ്രീരാജിൻ്റെ ഓവറോൾ ഫീൽ ഓഫ് ദ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്താ പറയുക, ഒരു ശ്രീരാജ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയറായിട്ട് പാടി. അത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. ഓക്കെ, ആൻഡ് ഈവൻ ദോ വോയിസ് ട്രെയിൻഡ് ആയിരുന്നെങ്കിലും കേൾക്കാൻ വളരെ പ്ലസൻ്റ് ആയിരുന്നു. വെരി വെരി പ്ലസൻറ്റ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മുടെ ഓർക്കസ്ട്ര മ്യൂസീഷ്യൻസ് വർ ഫാന്റാസ്റ്റിക് ആൻഡ് ബിഗ് സപ്പോർട്ട്. യാ, ഇറ്റ്സ് ലൈക്ക് വൺ പില്ലർ ഓഫ് സപ്പോർട്ട് ഫോർ യു ആൻഡ് നൈസ്, വെരി നൈസ്. എനിക്കിഷ്ടമായി ശ്രീരാജ് ടോട്ടലി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അടുത്തതായി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ശരത് സർ, ശ്രീരാജിന്റെ ഈ പെർഫോമൻസിന് മാർക്സ് എത്രയാണ്? ശ്രീരാജ് 21 മാർക്സ്. താങ്ക് യു സർ. 21 on 25. അൽഫോൻസ് ഏട്ടാ? 22. താങ്ക് യു സർ. 22 on 25. മഹതി മാം? ഞാൻ മുമ്പേ പറഞ്ഞില്ല എനിക്ക് നല്ല ഇഷ്ടമായെന്ന്. 22.5. 22.5 on 25. അപ്പോൾ ടോട്ടൽ 65.5 ഔട്ട് ഓഫ് 75. നല്ല മാർക്കാണ്. ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞാൻ ഇതിൽ കൂടി വാങ്ങിക്കാനായിരുന്നു താല്പര്യം, ആഗ്രഹം. കുഴപ്പമില്ല, നമുക്കിനി 2 റൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ വാങ്ങണം അല്ലേ? അതെ, ഞാൻ പാടിയതിനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. തൊണ്ടയ്ക്ക് സ്ട്രെയിൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെതായ ട്രീറ്റ്മെന്റ്സും നോക്കുന്നതിൻ്റെ ഒപ്പം പ്രാക്ടീസും നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പെർഫോമൻസിനായി ആമിന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിലെ അടുത്ത പെർഫോമൻസ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ സൂപ്പർ സ്റ്റാർ. ആമിന നല്ലൊരു മെലഡിയുമായിട്ട് സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ആമിനയെ സ്വാഗതം ചെയ്യാം. ഹായ്,
കഴിഞ്ഞ റൗണ്ടിലെ എൻ്റെ പെർഫോമൻസ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇനി അടുത്തതായി പാടാൻ പോകുന്നത് സ്ട്രിങ്സ് ക്വിൻറ്റഡ് റൗണ്ടിൽ മധുമാസ മൗനരാഗം എന്ന സോങ്ങാണ്. രതി നിർവേദം എന്ന ഫിലിമിലെ സോങ്ങാണത്. നന്നായി പാടാൻ കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. മധുമാസമോ
ആമിന, ചേച്ചി നല്ലൊരു മെലഡി ആയിരുന്നു മോള് പാടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത്രയും വലിയ മ്യൂസിഷ്യൻസിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ. താങ്ക് യു വെരി മച്ച്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു മോൾക്ക് അത്രയും കൂടെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടായതല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം കമന്റ്സ്. ശരത് സർ. ആമിന സർ, ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മോൾ, അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. അത് ഞാനത് എന്താ പറയണ്ടത്, അത് എപ്പോഴെപ്പോഴും പറയുന്നതിന് നമുക്ക് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചമ്പലം കൊണ്ട് പറയാത്ത, എന്നാലും പറയാൻ ഇരിക്കാനും വയ്യ കേട്ടോ. താങ്ക് യു സോ മച്ച് മോളെ. അത് എന്താ പറയണ്ട ഒരു മുന്തിയ പങ്ക് ശ്രമം മോടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നമ്മളത് സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ ഇതിൽ എന്താന്ന് പറഞ്ഞാൽ അതിലുള്ള ഈ ചെറിയ 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 സംഭവങ്ങൾ കുറേയും കൂടെ ക്ലാരിറ്റിയോടെ ഒരു എന്താ പറയുക, അത് വളരെ കൃത്യമായിട്ട് പാടണം കേട്ടോ. നിറയുന്നുവോ അകലുന്നുവോ ഒക്കെ മോക്ക് ആദ്യം യാതൊരു ക്ലാരിറ്റി ഇല്ല നോട്ട്സിൻ്റെ കാര്യത്തിൽ. തോന്നിയോ പല്ലവി പാടിയപ്പോൾ? തോന്നി. ഇതിനകത്ത് എൻ്റെ ഈ പാട്ടിൻ്റെ നമുക്ക് എന്താ പറയേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഏരിയാസ് കാണും, ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഹാ എന്ന് പറയാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാടണം മോളെ കേട്ടോ. അത് മോള് കുഞ്ഞല്ലേ, അത് പഠിക്കാനുള്ള സമയമുണ്ട്, കറക്റ്റ് ചെയ്തോളുക. എന്തെങ്കിലും വന്നിട്ട് അതുപോലല്ലേ എന്ന് പറഞ്ഞ് പാടരുത്. അത് കമ്പോസർ ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മൾ പാടണം കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ. ആമിനെ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പാട്ട് കൊണ്ട്. നേരത്തെ ഈ ഇവിടെ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ സ്ട്രഗിൾ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നേരമൊക്കെ കിടന്ന് ആകെ കുറേ മൊത്തം പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ സ്റ്റേജിൽ ഇവിടെ പാടിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കിയ പോലെ എനിക്ക് തോന്നുന്നു. പ്രാക്ടീസിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിവേ, എന്തായാലും ഒരു ചേഞ്ച് ഇന്നിപ്പോൾ സ്റ്റേജിൽ കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒന്നും ആയില്ല. ഈ വൃന്ദാവനിയിൽ അവിടെയൊക്കെ ചുമ്മാ ഒരു സാധനം കൊണ്ടുപോയി എറിഞ്ഞ പോലെ ഒരു ഫീലാണ് വന്നത്. ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് ഇട്ട പോലെ. പക്ഷെ അത് കൃത്യമായിട്ട് ആ വന്ന് വീഴേണ്ട സ്ഥലത്ത് വീഴാനുള്ള ഒരു ഒരുക്കം വേണം കേട്ടോ. അതുപോലെ എൻഡ് ചെയ്യുന്ന ഭാഗം വരും നീ എന്ന് പറയുന്ന പോർഷൻ എല്ലാം. പിന്നെ എൻഡിങ് പോർഷനിൽ ഇച്ചിരി ബ്രത്തിൻ്റെ പ്രശ്നം തോന്നി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടുത്തെ പിച്ച് പ്രശ്നം വന്നത്. പിന്നെ ഇടയ്ക്കുള്ള ഹമ്മിങ് ഞാൻ പറഞ്ഞ നോട്ട് കൃത്യമായിട്ട് പാടുക എന്നുള്ളതിനേക്കാളും ശ്രേയ പാടിയിരിക്കുന്നത് ഭയങ്കര ഫീലിലാണ് പാടിയിരിക്കുന്നത്. ആ ഒരു ഇമോഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അത് മാത്രമല്ല, കുറച്ചും കൂടി ഇതൊന്ന് ഇങ്ങനത്തെ മ്യൂസിക് ഇതിപ്പോൾ ഈ ഒരു പാട്ട് ആമിനയ്ക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലായിട്ടില്ല ശരിക്കും. ആമിനയുടെ മൈൻഡും ആമിനയുടെ ആ ഒരു മ്യൂസിക്കാലിറ്റിയും അതിലേക്ക് വളർന്നിട്ടില്ല. അതിലേക്ക് ഗ്രോ ചെയ്യണം. അതിനെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കുറേ കേൾക്കണം. ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സോങ്സ് കുറേ കേൾക്കണം. കേട്ടിട്ട് വേണം നമ്മൾ സ്ലോലി വേണം പഠിക്കാനും അങ്ങനത്തെ ഒരു പൊസിഷനിൽ എടുക്കാനും. ഈ ഒരു പോയിന്റിൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള സോങ് എടുക്കാമായിരുന്നു. പക്ഷെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് ചെയ്തത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ബാക്കി ഓർക്കസ്ട്രയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇവിടെ സ്റ്റേജിൽ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത്. ഞാൻ ഉദ്ദേശിച്ചത് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. നല്ല അറ്റംപ്റ്റ് ആമിന. താങ്ക് യു മാം. ആമിന എപ്പോഴും ആമിനയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ടെമ്പോ. ആമിന കുറച്ച് എപ്പോഴും ഇങ്ങനെ ഡിഫിക്കൽട്ട് സോങ്സ് ആണല്ലോ ചൂസ് ചെയ്യാറ്. ഇതെന്താ അങ്ങനെ? അറിയില്ല മാം. മുമ്പ് വേറെ ഒരു റൗണ്ടിലും ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സോങ് ടെമ്പോ കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു സോങ് ചൂസ് ചെയ്തില്ലേ? കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതായിരുന്നു കാര്യം. ഓക്കെ, അമിന എനിക്ക് തോന്നിയത് അമിന നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ പാട്ട് മര്യാദയ്ക്കൊന്ന് പാടാൻ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, പല്ലവിയിൽ മധുമാസ അത് പാടി വരുമ്പോഴത്തേക്കും അമിനയ്ക്ക് അവിടെ ആ ഫ്രേസ് ഫുള്ളായിട്ട് പാടാനുള്ള ബ്രെത്ത് ഉണ്ട്. വെറുതെ എന്തിനാ മുറിക്കുന്ന അവിടെ? അതും ഫസ്റ്റ് ടൈം കറക്റ്റായിട്ട് പാടി വന്നു. സെക്കൻഡ് ടൈം അവിടെ എന്തിനാ ബ്രേക്ക് ചെയ്ത്? ഓൺ എയർ വരുമ്പോൾ കാണണം കേട്ടോ. ഓപ്പണിംഗ് പല്ലവി ഫസ്റ്റ് ടൈം
റെപ്പറ്റീഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റെപ്പറ്റീഷൻ പാടുമ്പോൾ മധുമാസം കഴിഞ്ഞിട്ടൊരു ആ മൗനം പാടുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക്, ആവശ്യമില്ലാത്തൊരു ബ്രേക്കായിരുന്നു. ആൻഡ് ഞാനും അത് തന്നെയാണ്, ബൃന്ദാവനി ആൻഡ് വരുമെന്നും ഫസ്റ്റ് ചരണത്തിൻ്റെ എൻഡിങ് ആൻഡ് ആ സെക്കൻഡ് ചരണത്തിൻ്റെ ഓപ്പണിങ് അമിന വിചാരിച്ച പോലെ അതൊന്നും വന്നില്ല. യുനോ ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കൈവിട്ട് പോയി. ഇറ്റ്സ് ഓക്കെ. സെക്കൻഡ് ചരണം എൻഡിങ് അവിടെ ബ്രെത്ത്ലെസ്നെസ് ആയിരുന്നു പ്രോബ്ലം. അത് കാരണമാണ് ഷെയ്ക്കി ആയി പോയത്. പറന്നു അവിടെ ഒരു ബ്രെത്ത് എടുത്തു വരുമെന്നും, അത് രണ്ടും ബ്രെത്ത് എടുത്തും അത് ഹെൽപ്പ് ചെയ്തില്ല അമിനയ്ക്ക് അതൊന്നും ശരിയാക്കി പാടാൻ. കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അമിന, പക്ഷേ അമിനയുടെ എഫേർട്ട് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്കിനി അമിനയുടെ മാർക്സിലേക്ക് കിടക്കാം. ശരത് സർ. മോളു 20 മാർക്സ്. 20 on 25. Alphonse Etta. Amina gets 20. 20 again on 25. Mahati ma'am. പാടിയത് വെച്ച് നോക്കുമ്പോൾ 20 ആയിരുന്നു, പക്ഷെ അമിനയുടെ എഫേർട്ടിന് വേണ്ടി ഒരു 0.5, 20.5. 20.5 on 25. അപ്പോൾ ടോട്ടൽ 60.5 on 75. കുഴപ്പമില്ലാത്ത മാർക്കാണ്. പക്ഷെ അടുത്ത റൗണ്ട്സിൽ എന്തായാലും ഇതിനേക്കാളും കൂടുതൽ അമിന വാങ്ങണം. സോ നമ്മുടെ ജഡ്ജസ് പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്നായി വർക്ക് ചെയ്തുകൊണ്ട് അടുത്ത റൗണ്ട്സിൽ ഇതിലും കൂടുതൽ ശക്തിയും നല്ല പെർഫോമൻസുമായിട്ട് വരണം. ഓൾ ദി ബെസ്റ്റ് ആമിന. ചേച്ചി. ഒരു ചിത്രകാരൻ തന്റെ ചിത്രം വരയ്ക്കുന്നത് ഒരു ക്യാൻവാസിലാണ്. ബട്ട് എ മ്യൂസിഷ്യൻ പെയിന്റ്സ് എ പിക്ചർ ഇൻ സൈലൻസ്. നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ നിശബ്ദതയിൽ പല ചിത്രങ്ങളും വരച്ചു. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ മനോഹരമായ ഈ അധ്യായം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും വരും. ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ ടീമിൽ നിന്നും ശുഭരാത്രി.